ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ മുട്ട റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. നമുക്ക് വേഗം വീഡിയോക്ക് കിടന്നാലോ. നമ്മളിപ്പോൾ 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഇത് ഓൾറെഡി പുഴുങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് തന്നെ ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് വരിഞ്ഞു കൊടുക്കാം. എല്ലാ സൈഡിലൊന്നും നീളത്തിലൊന്നും വരിഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഒക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങി ചെല്ലും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളൊരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ വരിഞ്ഞ് വെച്ച നമ്മുടെ മുട്ടകൾ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് പെട്ടെന്ന് ഇതിൽ നിന്ന് കോരി മാറ്റാം. അതിന് ശേഷം ആ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് ഒരു 10-12 സബോള അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സബോളയാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ സബോള പെട്ടെന്ന് വാടി കിട്ടും, അതുകൊണ്ടാണ്. അതിന് ശേഷം നമുക്ക് ഇഞ്ചി നല്ല പൊടിയായി കട്ട് ചെയ്തത് 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി നന്നായിട്ട് വേണം. അതിന് ശേഷം നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പില നരച്ചെടുക്കുക. പിന്നെ പച്ചമുളക് 2 പച്ചമുളക് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ സബോളൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി മസാലകൾ ഇട്ട് തുടങ്ങാം. നമുക്കിപ്പോൾ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനുശേഷം 1 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മസാല ഒക്കെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. നന്നായിട്ട് ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വരും. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ പുഴുങ്ങി വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ മുട്ട ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഒക്കെ നന്നായി പിടിച്ച് കിട്ടും ഇതുമേ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കി മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. നെക്സ്റ്റ് വീഡിയോ കാണുവരെ ബൈ.